ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഭാഷേട്ടാ. ആ വിഷ്ണു, നമസ്കാരം. എന്റെ ഡീല് തോമസ് ഏട്ടനായിട്ടാ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ പിള്ളേരൊന്നും പരിചയമില്ലാത്ത. അപ്പനിപ്പോ കൊട്ടൻ ചുക്കാതി കുഴമ്പൊക്കെ ഇട്ട് വീട്ടില് വിശ്രമത്തില. ഞാൻ സെബാസ്റ്റ്യൻ, ഇവിടെ ഉള്ളവരുടെയൊക്കെ സെബാൻ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ഞാനാ. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കും. നല്ല ഒന്നാന്തരം മനുഷ്യനാ തോമസ് ഏട്ടൻ. അങ്ങേർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു വിഷവിത്ത് മകനായിട്ട് പിറന്നാവോ? ആ എന്തായാലും നമ്മുടെ വിഷയമൊന്നുമല്ല. നമുക്ക് വന്ന കാര്യം സാധിച്ചിട്ട് പോവാം. അതാണ് ഇവന്മാരെ തടിക്ക് നല്ലത്. എന്റെ പൊന്നോ, നിക്കണം നിപ്പോണ്ടിട്ട് കൈ ധരിച്ചിട്ട് പാടില്ല. ആ പോട്ടെ, വിനാശകാല വിപരീത ബുദ്ധി എവിടുന്നേലും വാങ്ങിച്ചു കൂട്ടിക്കോളും. ഞാനായിട്ടൊന്നിനും ഇല്ലേ. ആ അപ്പൊ എന്നാ പിന്നെ ഞാൻ വന്ന കാര്യം കൂടെ പറയാം. തോമസ് ഏട്ടനെ എന്നോട് കുറച്ച് കാശ് വെച്ചിരുന്നു. അപ്പൊ ഞാൻ അതും കൊണ്ട് വന്നതാ. അല്ല ഇപ്പൊ പുള്ളി ഇപ്പൊ കൊട്ടൻ ചുക്കാതി കുഴമ്പൊക്കെ ഇട്ട് തിരുമിരിക്കാന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ വെള്ളം ചൂടാക്കി കുളിയൊക്കെ പാസ്സാക്കി വരുമ്പോ ഒരുപാടങ്ങ് വൈകും. അത് കുഴപ്പമില്ല, താണ്ടിയിൽ ചെയ്താ മതി. എത്രയുണ്ട്? 3. ആ ഇങ്ങതാ. അങ്ങനെ അങ്ങ് തരാനേ ഞാൻ കടം വാങ്ങിയ കാശല്ല കൊണ്ടുവന്ന്. എന്നോട് കടം ചോദിച്ച കാശാ. അപ്പൊ അതിനൊരു ചടങ്ങൊക്കെ ഇഷ്ടാ. ഒരു ചെറിയ ഡീല് ചെക്കന്റെ കയ്യിലുണ്ട്. തോമസ് ഏട്ടന്റെ ഒരു കമ്പനി ചെക്ക് ലീഫ് അമ്മ വന്ന് വിട്ടിട്ടുണ്ട് നിങ്ങളുടെ ആ ജോയിന്റ് അക്കൗണ്ടേ. ആ അപ്പൊ ഇതില് മക്കളൊന്ന് ഒപ്പിടേണ്ടി വരും. ഞാൻ ഇട്ടാ മതിയോ? ആ അപ്പനെ ഇടണ്ടേ. പിന്നെ അപ്പൻ കൊട്ടൻ ചുക്കാതി വരാൻ താമസിക്കില്ലേ. പിന്നെ നിങ്ങളുടെ ജോയിന്റ് അക്കൗണ്ട് അല്ലേ, അപ്പൊ മോനിട്ടാ മതി. ആ ഇനി പറയുന്നതേ മക്കള് ശ്രദ്ധിച്ച് കേക്കണം. അല്ല വലിയ സംഭവമൊന്നുമില്ല. ഈ 3 മാസത്തേക്കാണ് കാശ് തരുന്നത്, കേട്ടില്ലേ? എല്ലാ മാസവും 2-ാം തീയതി കൃത്യമായിട്ട് പലിശ തന്നിരിക്കണം. അല്ലെങ്കിൽ 3-ാം തീയതി രാവിലെ ഞാനിവിടെ ഉണ്ടാവും. അതെന്തിനാ? ഇവിടെ പണിക്കൊക്കെയാണോ? ഇവിടെ അങ്ങനെ തരാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ വരുന്നതേ പണിക്കായിരിക്കില്ല, പണി തരാനായിരിക്കും. നിന്റെ അപ്പം തോമസ് ഏട്ടനോട് തിരക്കിയാ മതി. ഇടിവള വിഷ്ണുവിന്റെ പഴയ കഥകൾ അങ്ങേര് പറഞ്ഞു തരും. ഈ മായാവിടെയും കുട്ടൂസിന്റെയും കഥകളൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് കേക്ക് ഇഷ്ട. ഈ പിന്നാമ്പുറത്തെ ചോപ്പ് മാറാത്ത നിന്നെ പോലത്തെ ഇപ്പോഴത്തെ പിള്ളേർക്കേ അത് നല്ലൊരു ഗുണപാഠമായിരിക്കും. ആ അപ്പൊ മക്കളെ ഇതാ പറഞ്ഞ അത്രയുണ്ട് കേട്ടാ. എന്താ അപ്പൊ തോമസ് ഏട്ടൻ വരുമ്പോ പറഞ്ഞേര് കറക്റ്റാ. അവിടെ നിക്ക്. എന്നാ പിന്നെ ആ വീരകഥകള് ചേട്ടന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞിട്ട് പോയാ മതി. ഗുണപാഠമല്ലേ, ഒന്ന് പഠിച്ചേക്കാം.